അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ വളരെ കാലത്തിന് ശേഷം കേരള ബാങ്ക് നിയമനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ PSC വഴിയുള്ള ആദ്യ നിയമനമാണ് കേരള ബാങ്കിൻ്റെ സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്കായി മാറിയതിന് ശേഷം PSC വഴി ആദ്യമായാണ് ക്ലർക്ക് കാഷ്യർ നിയമനം തുടങ്ങിയത്. ഇതിനായിട്ട് PSC തയ്യാറാക്കിയ ആദ്യ റാങ്ക് പട്ടികയിൽ 1866 പേർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റാങ്ക് പട്ടികയാണ് നിലവിൽ വന്നത്. മുഖ്യ പട്ടികയിൽ 915 പേരും സമുദായ സമ്മാനത്തിലുള്ള ഉപപട്ടികയിൽ 921 പേരും ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷി പട്ടികയിൽ 30 പേരും വന്നിട്ടുള്ള ഒരു റാങ്ക് പട്ടികയാണ് നിലവിൽ വന്നത്. PSC അങ്ങനെ നിയമന ശുപാർശ അയച്ച് ഒരു വർഷത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ നിയമന ഉത്തരവുകൾ ലഭിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ 409 പേർക്ക് നിയമന ഉത്തരവ് അയച്ചു. അത് നേരിട്ടുള്ള വിഭാഗത്തിൽ 207 പേർക്കും അതുപോലെ തന്നെ സൊസൈറ്റി കാറ്റഗറിയിൽ 202 പേർക്കുമാണ് നിയമന ഉത്തരവ് ലഭിച്ചത്. നിയമനം നൽകുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉള്ള നടപടികൾ ഉണ്ടായത്. അതനുസരിച്ചാണ് നിയമന ഉത്തരവുകളൊക്കെ അയച്ചത്. അതുപോലെ തന്നെ കേസ് ഓഗസ്റ്റിൽ കോടതി വീണ്ടും പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നടത്തുന്ന നിയമനങ്ങൾ കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായിട്ടായിരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 30-നാണ് 409 പേർക്ക് PSC നിയമന ശുപാർശ അയച്ചത്. എന്നാൽ ഉദ്യോഗാർത്ഥികൾ ഒരു വർഷമായി നിയമനത്തിന് കാത്തിരിക്കുകയായിരുന്നു. അത് മുൻ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ ഹർജികൾ പരിഗണിച്ച് ഹൈക്കോടതി നിയമനത്തിലേക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ നിയമനങ്ങൾ ലഭിച്ചു എങ്കിലും ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ആശങ്കകൾ? ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ നിയമനം നേടിയെങ്കിലും അത് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. ഈ നിയമനം സ്ഥിരപ്പെടുത്തുന്നത് കോടതിയിലുള്ള കേസിന്റെ അന്തിമ വിധിക്ക് അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അന്തിമ വിധി എന്നുണ്ടാകുമെന്ന് വ്യക്തമായിട്ടും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടെ കേരള ബാങ്ക് തിരികെ ജില്ലാ സഹകരണ ബാങ്കാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വന്നാൽ തങ്ങളുടെ നിയമനത്തെ എങ്ങനെ ബാധിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾക്ക് വ്യക്തമല്ല. അങ്ങനെ ഈ പ്രാഥമിക സഹകരണ ബാങ്കുകളിലേക്ക് അതുപോലെ തന്നെ അർബൻ സഹകരണ ബാങ്കുകളിലൊക്കെ 3 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവർക്ക് 50% ഒഴിവുകൾ സൊസൈറ്റി കാറ്റഗറി പ്രകാരം മാറ്റിവെച്ചിട്ടുള്ളതാണ്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാലേ ഇവർക്ക് ഈ കേരള ബാങ്കിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ജോലി സ്ഥിരത ഉറപ്പാക്കാനാവുമോ എന്നതിൽ ഇവർക്ക് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള. കാരണം ജോലി സ്ഥിരത ലഭിച്ചില്ലെങ്കിൽ പിന്നെ തിരിച്ചങ്ങോട്ട് പോകാനും പറ്റില്ല. ജോലി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു നടപടിയിലേക്ക് മാറുമോ എന്ന ഭയപ്പാടോട് കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കേരള ബാങ്ക് ഉത്തരവിലൂടെ എല്ലാവർക്കും നിയമനം ലഭിച്ചു എങ്കിലും ഇങ്ങനെയുള്ള പല ആശങ്കകളും ഒഴിയാതെ ഉദ്യോഗാർത്ഥികൾ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ കേരള ബാങ്ക് നിയമനം ലഭിച്ചു എന്നുള്ള അല്ലെങ്കിൽ കേരള ബാങ്ക് നിയമ തടസ്സങ്ങളൊക്കെ ഹൈക്കോടതി നീക്കി ക്ലർക്ക് കാഷ്യർ 409 പേർക്ക് നിയമനമായി എന്നുള്ള ഒരു സന്തോഷ വാർത്ത മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന. ബാക്കിയുള്ള തുടർ നടപടികളെ കുറിച്ചൊക്കെ തന്നെ വ്യക്തമായ ഒരു തീരുമാനങ്ങളൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അന്തിമ വിധിയുടെ അവസാനത്തിലായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക. മറ്റ് തടസ്സം നിയമനം ലഭിച്ചവർക്കും ജോലിയിൽ പ്രവേശിച്ചവർക്കൊക്കെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോട് തന്നെ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.